ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല. നിലപാടുള്ളവർക്ക് ശത്രുക്കൾ ഉണ്ടാകുള്ളൂ. ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ചേച്ചിട്ട് അനുമോൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കട്ടോ. ഏഷ്യാനെറ്റിന്റെ എഡിറ്റർ എവറി ടൈം അനുമോൾ ഒരു കാര്യം പറഞ്ഞ് ഷൈത്തിന്റെ മുഖം കാണിക്കുന്നത്, അടുത്ത അനുമോൾ പറയുന്നു ഷൈത്തിന്റെ മുഖം. ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ച് ഒക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് PR പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ദിനസാറ് PN പണി. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇങ്ങനെ ശൈത്യ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ശൈത്യ സന്തോഷ്. അപ്പം ബിഗ് ബോസ് താരം, ബിഗ് ബോസ് സീസൺ 7 താരം. അപ്പം എനിക്ക് തോന്നുന്നു ശൈത്യ ഏറി പോയി കഴിഞ്ഞ് മേലെത്തി കഴിഞ്ഞിട്ട് അവിടുത്തെ ക്ഷീണങ്ങളൊക്കെ മാറ്റിയിട്ട് പിന്നെ താഴോട്ട് വരും, പിന്നെ മേലോട്ട് പോകും. അതാണ് ഇപ്പോൾ ശൈത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ എനിക്ക് ശൈത്യ എടുത്ത് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളിതൊരു റിയാലിറ്റി ആണെന്ന് നിങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളെ പുറവേ നടന്ന ആരും ഈ പറഞ്ഞിട്ടുള്ള വിമർശിക്കാനോ നിങ്ങളെ ബുള്ളി ചെയ്യാനോ ആരും വരുന്നില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോ കഴിഞ്ഞ് കപ്പും കൊണ്ട് അനുവിൻ്റെ വീട്ടിൽ പോയി. എന്നിട്ടും ഈ പറഞ്ഞതുപോലെ PR കൊണ്ടാണ് അല്ലെങ്കിൽ കുറേ യൂട്യൂബേഴ്സ് കാരണമാണ് അനു ജയിച്ചത് എന്ന് ഇങ്ങനെ പറഞ്ഞ് നടക്കാതെ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി നിങ്ങൾ സന്തോഷമായിട്ട് മുമ്പോട്ട് പോകും. അതാണ് വേണ്ടുന്നത്. എന്തിനാണ് ഈ മനസ്സിനകത്ത് ഈ വിദ്വേഷവും വൈരാഗ്യവും ദേഷ്യവും ഒക്കെ വെച്ചുകൊണ്ട് നടക്കുന്നത്? നിങ്ങൾ നിങ്ങളായിട്ട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ നിങ്ങളെ ഈ നെഗറ്റീവ് എല്ലാം മാറും. ബിഗ് ബോസ് ഈ ഒരു കാര്യം മനസ്സിലാക്കും, ഇതൊരു ടോക്സിക് ആയിട്ടുള്ളൊരു ഷോ ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ ഈ ബിഗ് ബോസിലോട്ട് കയറിപ്പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് അവരവർ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികളും ഇതൊക്കെ വിലയിരുത്താൻ ഒരുപാട് ലക്ഷക്കണക്കിന് ജനങ്ങൾ വെളിയിലുണ്ടെന്ന് കൂടി മനസ്സിലാക്കണം. അപ്പം അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അവർ പറയും, സ്വാഭാവികമാണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ളൊരു നന്മമരത്തിനുള്ളൊരു സർട്ടിഫിക്കറ്റ് തരുന്ന ഷോ അല്ല ഇത്. ടോക്സിക് ഷോ ആണ് ബിഗ് ബോസ്. അവിടെ ചെന്ന് കഴിഞ്ഞ് പോസിറ്റീവായിട്ടുള്ളൊരു നെഗറ്റീവായിട്ടുള്ളൊരു പോസിറ്റീവാകും. അപ്പോൾ നമ്മളവിടെ ചെയ്യുന്ന പ്രവൃത്തികൾ ജനങ്ങൾ വിലയിരുത്തുമ്പോഴത്തേക്ക് ഈ പറഞ്ഞിട്ടുള്ള ജനങ്ങളെ മെക്കോട്ട് കയറുന്നത് അതൊരു ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഷോയിലേക്ക് പോകരുതായിരുന്നു. അതാണ് വേണ്ടുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോ ഇത്. നിങ്ങൾക്ക് പേരും വേണം, പണവും വേണം. ഇന്ന് ആരും ഒട്ട് നിങ്ങളെ ചെയ്യുന്ന പ്രവൃത്തിയെ പറ്റിയിട്ട് സംസാരിക്കാനും പാടില്ല. അറിഞ്ഞു വെച്ചിട്ടല്ലേ ഈ ഒരു ഷോയിലേക്ക് പോയത്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഈ ജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ പറയും, സ്വാഭാവികമാണ്. അപ്പോൾ എന്തായാലും ശൈത്യയുടെ പുതിയൊരു വീഡിയോ ആയിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. നോക്കാം, കേട്ടു നോക്കാം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7ന്റെ കപ്പ് വാങ്ങിക്കൊടുത്ത PR ദിനസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം 3ാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ച് ഒക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് PR പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ദിനസാറ് PN പണിയാണ് തന്നത്. പക്ഷേ ഈ റീഎൻട്രിക്ക് പോയ സമയത്ത് 1.5 ലക്ഷത്തിന് പകരം 15 ലക്ഷം രൂപയുടെ പണി ഞാൻ ദിനസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. ആ പണിയിൽ കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന ദിനസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്തോ അങ്ങാടി തോരിന് അമ്മയുടെ നെഞ്ചത്ത് എന്ന് പറയുന്നത്. അതേ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ശൈത്യയുടെ അവസ്ഥ. പുള്ളിക്കാരിക്ക് രണ്ടാമതൊരു ചാൻസ് കിട്ടിയതാണ്. എനിക്ക് തോന്നുന്നു രണ്ടാമത് ചാൻസ് കിട്ടുന്ന സമയത്തും ഈ പറഞ്ഞിട്ടുള്ള ശൈത്യക്ക് അങ്ങനെ അത്രയും ആൾക്കാരെ ശൈത്യയെ വിമർശിക്കാനോ ഈ പറഞ്ഞിട്ടുള്ള കട്ടപ്പ എന്നുള്ളൊരു വിളിച്ചുകൊണ്ടോ ആൾക്കാർ പോയിട്ടില്ല. പക്ഷെ രണ്ടാമതും കൂടെ കയറി ആ സമയത്ത് ഏകദേശം ആൾക്കാർ മറന്നുപോയി. രണ്ടാമതും കൂടെ കയറിപ്പോയി അവിടെ പോയിട്ട് ഈ കോപ്രായങ്ങൾ കാണിച്ചു വെച്ചുകൊണ്ടാണ് വീണ്ടും അത് തിരിച്ചടിച്ചത്, ഡബിളായിട്ട് വന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഇപ്പം ശൈത്യ PR കാര്യം പറയുന്നുണ്ട്. എന്തോ അച്ഛനെ 3ാമത്തെ ദിവസം അച്ഛൻ PR ബിനുവിനെ ഒന്ന് റീച്ചിന് വേണ്ടിയിട്ട് പൈസ കൊടുത്ത് 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ കൊടുത്ത് ഒന്ന് റീച്ചാക്കി തരാൻ പറഞ്ഞിട്ട് ബിനു ഇതുപോലെയൊക്കെ ചെയ്തെന്നൊക്കെ പറയുന്നു. റീച്ചാക്കാൻ നിന്ന ശൈത്യയെ എടുത്തിട്ട് തിരിച്ച് താഴോട്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശൈത്യ പറയുന്നത് വീഡിയോയിൽ. അപ്പം ആദ്യം ശൈത്യ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളിലുള്ളൊരു കഴിവിനെ നമ്മൾ വിശ്വസിക്കുക. ശൈത്യക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ശൈത്യയുടെ അച്ഛനും അമ്മയ്ക്കും ശൈത്യ അവിടെ നല്ലപോലെ കളിക്കും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തിനാണ് ഇതിൻ്റെ പുറകെ പോകുന്നത്? നമ്മളിൽ ആദ്യം ഒരു കോൺഫിഡൻസ് വേണം. പിന്നെ ഈ PR വെച്ചെന്ന് പറഞ്ഞിട്ടൊന്നും അവിടെ ആരും ജയിക്കാൻ പോകുന്നില്ല. ഈ പറഞ്ഞിട്ടുള്ള അനു ജയിച്ചത് അനുവിൻ്റേതായിട്ടുള്ള കുറച്ച് കോണ്ടന്റും കാര്യങ്ങളും പുള്ളിക്കാരി അവിടെ ഗെയിം കളിച്ചു, ഇല്ലെന്നല്ല ഗെയിം കളിച്ചു. അതുകൊണ്ടാണ് അനു കപ്പും കൊണ്ടുവന്ന് വീട്ടിലിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ഒരു ഷോ കഴിഞ്ഞു, 100 ദിവസം കഴിഞ്ഞു, കപ്പ് പെമ്പിള്ളാർ മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ
1.5 ലക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞ് റീച്ചിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ശൈത്യയ്ക്ക് ഇപ്പം അത്യാവശ്യം ശൈത്യയ്ക്ക് നല്ല ഈ പറഞ്ഞിട്ടുള്ള ഒരു റീച്ച് ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഒരു അമ്മയും കുഞ്ഞോ അമ്മയും മോളും അങ്ങനെ ഉണ്ടൊരു ഷോയുടെ ഞാൻ കാണക്കൊന്നുമില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഈ ഒരു വിഷയമൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ സാധനങ്ങളൊക്കെ കുത്തി വെളിയിലോട്ട് വരുന്നുണ്ട്, പുറത്തോട്ട് വരുന്നുണ്ട്. ശൈത്യ ട്രോഫി നിരസിച്ച് പോകുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഒരുപാട് കടന്ന് ഓടുന്നുണ്ട് ഇത്. അപ്പം ആ ഒരു ഷോയിലൂടെ ശൈത്യ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ്. പിന്നെ ഈ ഒരു പി ആറിൻ്റെ ആവശ്യം, പി ആർ സത്യം പറഞ്ഞാൽ അനുവിനും പി ആറിൻ്റെ ആവശ്യമില്ലായിരുന്നു, അനുവിനും പി ആറിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഈ ശൈത്യയും ഈ ഇറങ്ങിയിട്ടുള്ളൊരു 3-4 കണ്ടസ്റ്റൻസും കൂടെ ചേർന്നിട്ടാണ് ഈ ബിനുവിന് ഈ ഒരു ക്രെഡിറ്റ് മേടിച്ച് കൊടുക്കുന്നത്. ഇനി നോക്കിക്കോ, ഇനി അടുത്തൊരു സീസൺ തുടങ്ങുമ്പോഴും ഈ ഒരു തെറ്റിദ്ധാരണ അങ്ങോട്ട് ഇട്ടുകൊടുത്തത് പരത്തി കൊടുത്തത് ഇവർ തന്നെയാണ്. അടുത്ത സീസണും പി ആർ ഉണ്ടെങ്കിലേ കപ്പടിക്കൂ എന്ന് ജനങ്ങളിലേക്ക് ഒരു തെറ്റിദ്ധാരണ ഇട്ട് കൊടുത്തത് ഇവരാണ് അല്ലേ. ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, റോബിൻ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ചാനലിന് കൊടുത്തൊരു ഇതിൽ ബൈറ്റിൽ റോബിൻ പറയുന്നതായിട്ടായിരുന്നു, എനിക്ക് കോൺഫിഡൻസ്, ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാഴ്ചവെക്കുമെന്ന് എനിക്ക് നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് പി ആറിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഞാൻ പി ആർ കൊടുക്കാതെയാണ് കയറിപ്പോയെന്ന് റോബിൻ പറയുന്നത്. എന്നിട്ടും അത്രയും ലക്ഷം ജനങ്ങൾ റോബിനെ സപ്പോർട്ട് ചെയ്തു, റോബിൻ്റെ അവിടുത്തെ പ്രകടനം കൊണ്ട്. മനസ്സിലായി. അപ്പോൾ സ്വന്തമായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഈ പി ആറിൻ്റെയും ഒന്നിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ പി ആർ വിനു തന്നെ പറയുന്നുണ്ട്, ശൈത്യയുടെ അച്ഛൻ പൈസ തന്നത് 1 മാസം കൂടെ എക്സ്ട്രാ നിർത്താൻ വേണ്ടിയിട്ടാണെന്ന് അല്ലേ. കുറച്ച് വോട്ട് കയറ്റി കൊടുക്കും, 10,000 വോട്ട് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ തന്നതെന്നാണ് വിനു പറഞ്ഞത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശൈത്യ അതിന് താങ്ക്സ് പറയുവാണ് വേണ്ടുന്നത്. കാരണം അത്രയും വോട്ടും കൂടെ കയറിയോണ്ടല്ലേ ശൈത്യ 1 മാസം 10 ദിവസം അല്ലെങ്കിൽ 1.5 മാസം അവിടെ നിന്നിട്ടുള്ളത്. അല്ലെങ്കിൽ മുമ്പേ ശൈത്യയ്ക്ക് എന്നെ എവിക്റ്റായി വന്നേനെ, ശൈത്യയുടെ അവിടുത്തെ ബിഗ് ബോസ് വീട്ടിലെ പ്രകടനം കൊണ്ടിട്ട്. ഇപ്പോൾ മൊത്തത്തിൽ പറയുവാണെങ്കിൽ നിങ്ങളെല്ലാവരും പി ആർ കൊടുത്തിട്ടുണ്ട്. അത് പി ആർ കൊടുത്ത പൈസയുടെ കണക്കല്ല പ്രശ്നം. ഇവിടെ നിങ്ങൾ പി ആർ കൊടുത്തിട്ടുണ്ടോ? നിങ്ങളെല്ലാവരും ബാക്കിയുള്ള ആൾക്കാരെല്ലാം പറയുന്നുണ്ട് ഇപ്പം എല്ലാവരും പി ആറും വെളിയിൽ വന്നു കഴിഞ്ഞു, ആർക്കൊക്കെ പി ആർ ഉണ്ട്, ആർക്കൊക്കെ പി ആർ ഇല്ലായിരുന്നു എല്ലാം വെളിയിൽ വന്നു കഴിഞ്ഞു, ആർക്കൊക്കെ എത്ര ലക്ഷം രൂപയുടെ പി ആർ ഉണ്ടെന്ന് വരെ എല്ലാം വെളിയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ അനു പി ആർ കൊടുത്തിട്ട് ജയിച്ചെന്ന് പറയുന്ന ഈ ശൈത്യയും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, ഇവിടെ പൈസയുടെ കണക്കല്ല, പി ആർ കൊടുത്തിട്ടുണ്ടോ ഇന്ന് ഇതിനകത്ത് പറയാനൊരു റൈറ്റ്സും ഇല്ല. അവരും പി ആർ കൊടുത്തു, നിങ്ങളും പി ആർ കൊടുത്തു, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അനീഷും പി ആർ കൊടുത്തു, ഷാനവാസും, അവരൊക്കെ ഇവരെല്ലാം പി ആർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പറയാനൊരു റൈറ്റ്സും ഇല്ല. പിന്നെ അല്ലേ, പി ആർ കൊടുത്തു, അത് എത്ര രൂപ കൊടുക്കണം എന്ന് അവരെ ഇഷ്ടമാണ്. ഇവിടെ ഒരു ചോദ്യമേ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ, പി ആർ കൊടുത്തിട്ടുണ്ടോ? പി ആർ കൊടുത്തിട്ടുണ്ട്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഇത്ര രൂപ കൊടുത്ത് ചിലപ്പോൾ അവർക്ക് ഒരു 1000 രൂപ അധികത്തിൽ കൊടുക്കാൻ തോന്നി കാണും, ചിലപ്പം മറ്റൊരാളെടുത്ത പി ആറിൽ ഒരു 5000 രൂപ അധികത്തിൽ കൂട്ടാൻ തോന്നി കാണും, ചിലപ്പോൾ കുറച്ച് കൊടുത്ത് കാണും. അതിലൊന്നും ഒരു കാര്യമില്ല. പി ആർ കൊടുത്തിട്ടുണ്ടോ? പി ആർ അതിനകത്ത് നീ പറയേണ്ട കാര്യമില്ല. പി ആർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും തുല്യരാണ് ആ ഒരു കേസിനകത്ത്. അയ്യോ, ഒരാളോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി. അതായത് സീസൺ 5 വിനുസാർ പി ആർ പണി എടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാറിനോട്. മാരാർ പറയുന്ന കേട്ടു, അതായത് റീ എൻട്രിക്ക് കയറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു എന്ന്. പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത്, അതിന് പകരം ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ. വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടി പറയുന്നത്, അതറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ. പിന്നെ അഖിൽ മാരാറിനോട്, മാരാറ് കൊട്ടിയാൽ മാക്രി അറിവായിരിക്കും, പക്ഷേ അഡ്വക്കേറ്റ് ശൈത്യക്ക് അറിയത്തില്ല. മാരാർ ഇരിക്കുന്ന തട്ട് താണേ ഇരിക്കത്തുള്ളൂ എന്ന് മാരാറിന്റെ ഫാൻസുകളൊക്കെ എപ്പോഴും പറയാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാ. പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല. നിലപാടുള്ളവർക്കേ ശത്രുക്കൾ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇനി ഈ വീഡിയോസ് എല്ലാം റീപോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം, എന്നെ കുറച്ചുകൂടി വൈറലാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. സോ ഇനി വരും ദിവസങ്ങളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും എന്നെ ഇത്രയും വൈറലാക്കി തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. മാരാർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ കറക്റ്റ് കാര്യമാണ്. എനിക്ക് മാരാറിന്റെ എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പില്ല, പക്ഷേ ഈ ചില കാര്യങ്ങളോട് യോജിപ്പുണ്ട്. പുള്ളി പറയുന്ന കറക്റ്റ് കാര്യങ്ങളാണ്. ഇവിടെ മാരാർ പറഞ്ഞത് ശരിയാണ്. ശൈത്യ ഒരു കാരണക്കാരിയായിരുന്നു അനുവിനും കപ്പ് മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അനീഷയെ ഈ ഒരു
സീസണിനകത്ത് വിൻ ചെയ്യത്തുള്ളൂ. കാരണം ലാസ്റ്റ് കയറി പോയിട്ട് ഞാൻ എപ്പോൾ ലൈവ് വെച്ചാലും ശൈത്യ അനുവിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഈ ഒരു കാര്യത്തെപ്പറ്റി നീ എന്തിന് എന്നെ കട്ടപ്പയെന്ന് വിളിച്ചു, എനിക്കത് അറിയണം, ഈ ഒരു കാര്യം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അല്ല ലൈവ് വയ്ക്കുന്ന സമയത്തെല്ലാം ഏതെങ്കിലും ഒരു കോർണറിൽ പോയിരുന്നിട്ട് ഇവർ ശൈത്യയും അനുവും ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്, വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ട് അവിടെ അനീഷിൻ്റെ സ്പേസ് കുറഞ്ഞു. പിന്നെ ആ ഒരു ഫിനാലെ വീക്ക് ഈ അനുവുമായിട്ടുള്ളൊരു കണ്ടന്റാണ് പിന്നെ ഓടുന്നത്. അപ്പം അതിനൊരു കാരണക്കാരി ശൈത്യ തന്നെയാണ്, അനുവിന് വോട്ട് കയറാനുള്ളൊരു കാരണക്കാരി ശൈത്യ തന്നെയാണ്. ഇത് പല അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള കോ കണ്ടസ്റ്റൻസുകൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും അല്ലേ. ഇവിടെ ഫിനാലെ വീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് 2 ശക്തരായിട്ടുള്ള മത്സരാർത്ഥികളാണ് ആ ഒരു ഫിനാലെ വീക്ക് ലാസ്റ്റ് ആഴ്ചയിൽ ഫൈറ്റ് ചെയ്യേണ്ടത്. അവർ തമ്മിലായിരിക്കണം ആ ഒരു ഗെയിം കളിക്കേണ്ടത്. അതിന് പകരം എന്താണെന്ന് പറയുക, ഇത് ശൈത്യ അവിടെ പോയിട്ട് അനുവായിട്ടുള്ളൊരു ഗെയിമാണ് ശൈത്യ അവിടെ കളിച്ചത്. അപ്പം സ്വാഭാവികമായിട്ട് ശൈത്യയുടെ വിഷമങ്ങളും കാര്യങ്ങളും പറയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ശൈത്യയ്ക്ക് പുറത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാനൊരു അവസരം അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പുള്ളിക്കാരി ഒരു മണിക്കൂർ ഒരു അവസരം അനുവിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് സംസാരിച്ചത് ക്ലിയർ ചെയ്യണമായിരുന്നു. ഇത് റീ എൻട്രി എപ്പം ഏത് ദിവസം അവിടെ റീ എൻട്രി ആയിട്ട് കയറി ചെന്നോ അത് തൊട്ട് ഇറങ്ങുന്നത് വരെ അനുവിൻ്റെ അടുത്തിരുന്നിട്ട് ഈ ഒരു പ്രശ്നത്തെ പറ്റി സംസാരിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു അല്ലേ. അപ്പം അത് അല്ലെങ്കിൽ ഇറങ്ങി കഴിഞ്ഞിട്ടാലും ഇവർ ഒരുമിച്ചൊരു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു എക്സ്പ്ലനേഷനോ വീഡിയോയോ എന്തെങ്കിലും മണ്ണാങ്കട്ടയൊക്കെ സോഷ്യൽ മീഡിയയിലായാലും കൊണ്ടിട്ടായിരുന്നെങ്കിൽ ജനങ്ങളത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്തേനെ. നേരെ മറിച്ച് അവിടെ ചെന്നിട്ട് ബിഗ് ബോസ് കളിക്കാൻ നിന്നുകൊണ്ട് മാത്രമല്ലേ വീണ്ടും വീണ്ടും ഈ ഒരു സംഭവം എടുത്തിട്ട് ജനങ്ങൾ എടുത്തിട്ട് വീണ്ടും ഇത് ഡബിളാക്കി കൊണ്ടുവന്നത് അല്ലേ. അവിടെ അനീഷും അനുവും തമ്മിലുള്ളൊരു വീക്കിലെ ഗെയിം അവിടെ ആയിരുന്നു ഈ ശൈത്യക്ക് തെറ്റിപ്പോയത്. ഇവർ തമ്മിലായിരുന്നു ഗെയിം കളിക്കേണ്ടത്. ശൈത്യ അവിടെ ചെന്നിട്ട് അനുവിനെ പിടിച്ചെടുത്തിട്ട് ശൈത്യക്ക് പറയാനുള്ള കുറേ കാര്യങ്ങളെല്ലാം അവിടെ ഇട്ട് ശൈത്യ ഒരു ഗെയിം കളിച്ചു. അതിനകത്ത് അനുവിന് വോട്ട് കയറി, അനു കപ്പും കൊണ്ടുവന്നു. അല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള ഞങ്ങളാരും അനുവിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ബിനുവിൻ്റെ കയ്യിൽ നിന്നോ ഇവരാരെ കയ്യിൽ നിന്നോ 1 രൂപ പോലും മേടിച്ചിട്ടില്ല. അനു അവിടെ ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളെ വെച്ചിട്ട് മാത്രമാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതാദ്യം മനസ്സിലാക്കുക. അനുവിനെ മാത്രമല്ല സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരെ എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരാളിനി വെറുതെ ഒരാളെ സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞിട്ട് ഇപ്പം ഞാനോ അല്ലെങ്കിൽ വേറൊരു യൂട്യൂബറോ ഒരാളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ആരും ജയിക്കാനും പോകുന്നില്ല. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്ക് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ ഓഡിയൻസ് ഉണ്ട്. അവരും കൂടെ ഒന്ന് വിചാരിക്കണം, അതാദ്യം മനസ്സിലാക്കുക. എന്നാൽ ഇതിനെ പറ്റിയിട്ട് ഞാനിത് കണ്ടപ്പോഴത്തേക്ക് നമ്മളെ നൂറാളൊരു മുമ്പത്തെ ബിഗ് ബോസിനകത്തുള്ള നൂറ മസ്കാനോ പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ കൂടെ കണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കോമഡി. പുള്ളിക്കാരി പറയുന്നത് ഒന്ന് നോക്കിക്കോണേ. കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷേ എനിക്കിതിൽ ഭയങ്കര കോമഡി തോന്നിയൊരു സംഭവം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്കാ തോന്നിയെന്ന് അറിയാം. അനുമോൾ ജയിച്ചിട്ട് അനുമോൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ. ഏഷ്യാനെറ്റിന്റെ എഡിറ്റർ എവറി ടൈം അനുമോൾ ഒരു കാര്യം പറഞ്ഞ് ഷൈത്തിന്റെ മുഖം കാണിക്കുന്നത്, അടുത്ത അനുമോൾ പറയുന്നു ഷൈത്തിന്റെ മുഖം കാണിക്കുന്നത്. അയ്യോ, ഞാനെ കണ്ടപ്പിക്ക് ഭയങ്കര കോമഡി. എല്ലാ ആൾക്കാരും ഇത് തന്നെയാണ് പറയുന്നത്. ഇവരിപ്പം പരാതി കുറേ ആൾക്കാർ യൂട്യൂബേഴ്സിന്റെ പേരിൽ ഞാൻ ഉൾപ്പെടെ കുറേ ആൾക്കാരെ പേരിൽ കുറേ പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ എത്ര ആൾക്കാരെ പേരിൽ ഇങ്ങനെ പരാതി കൊടുക്കണം? പരാതി കൊടുത്തോണ്ടേയിരിക്കണം. നിങ്ങൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഇതിനകത്ത് ഉള്ളതാണ്. അതാദ്യം മനസ്സിലാക്കുക. മുമ്പേ നിങ്ങൾ മാത്രമല്ല ഈ പറഞ്ഞിട്ടുള്ള ഈ ബുള്ളിങ്ങും സൈബർ അറ്റാക്കൊക്കെ നേരിട്ടിട്ടുള്ളത്. ഇതിനു മുമ്പ് പോയിട്ടുള്ള സീസണിനകത്തുള്ള എല്ലാ ആൾക്കാർക്കും ഇത് നേരിട്ടിട്ടുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. ഇത് അങ്ങനെ ഒരു ഷോയാണ് ബിഗ് ബോസ്. ഇവിടെ ചെന്നിട്ട് എല്ലാവർക്കും കപ്പെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് ആകെ ഒരു കപ്പേ ഉള്ളൂ. 20 പേരും ഒരു കപ്പും. അത് അവിടെ എങ്ങനെ കളിക്കണമെന്ന് നിങ്ങൾ കയറിപ്പോകുന്ന ആൾക്കാരായിരിക്കണം വിചാരിക്കേണ്ടത്. ഏഷ്യനെറ്റ് ഉൾപ്പെടെ എടുത്തിട്ട് ട്രോൾ ചെയ്തതാണ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര പേർക്കെതിരെ ഇവർ പരാതിയായിട്ട് രംഗത്ത് വരണം. ഇവിടെ നൂറ പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെയാണ്. ഞാനും കണ്ടതാണ്. ഓരോ കാര്യം പറയുമ്പോഴത്തേക്കും അത് നേരെ ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് ശൈത്യയുടെ ഫേസിനകത്തോട്ടാണ്. അപ്പം ഇതിനൊക്കെ ഏഷ്യനെറ്റ് തന്നെ ട്രോളാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പം എന്തായാലും കൊള്ളാം. എന്തായാലും അപ്പം കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളെ സന്തോഷം ഇതുമായിട്ട് നിങ്ങൾ ഈ കമൻറ്റുകളൊക്കെ വായിച്ച് നിങ്ങൾ ചുമ്മാ തല പോയിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ സന്തോഷമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള നെഗറ്റീവും കാര്യങ്ങളൊക്കെ മാറ്റും. അതല്ല വീണ്ടും ഈ ഒരു മനസ്സിൽ കിടന്നിട്ട് കപ്പ് എനിക്ക് കിട്ടിയില്ലല്ലോ എന്നിങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ടിട്ട് ഇങ്ങനെ വീണ്ടും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ഈ സാധനം മറക്കത്തുമില്ല. നിങ്ങൾക്ക് കിട്ടിയ പേര് അതാദ്യം മനസ്സിലാക്കുക. ഈ ജനങ്ങൾ മറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ വെറ്റിട്ട് നിങ്ങളേതായിട്ടുള്ളൊരു
ഇതായിട്ട് നിങ്ങൾ പോകുക, അത്രേ പറയാനുള്ളൂ. ഇനി അത് ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് കുറ്റമാണ്. നിങ്ങളിത് അവിടെ പോയി കാണിച്ചു കൂട്ടിയതൊക്കെ ഇത് ലക്ഷക്കണക്കിന് ഒരുപാട് ആൾക്കാർ കണ്ട കാര്യമാണ്. ലക്ഷക്കണക്കിന് ഞങ്ങളിത് പറഞ്ഞില്ലെങ്കിലും ഇതൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ ജനങ്ങൾ കണ്ട് മനസ്സിലാക്കിയ കാര്യമാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പം എന്തായാലും എല്ലാവരും അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക.